ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അറേസ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്ന ആ ഒരു ടൈപ്പ് മാറി വേറൊരു ടൈപ്പ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അറേ എന്താണെന്ന് നമ്മൾ പറയാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ വാരിയബിൾസ് ഒക്കെ പഠിച്ചതാണല്ലേ. വാരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ അല്ലെങ്കിൽ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ അല്ലേ, അതിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈ വാരിയബിൾ അല്ലേ. വാരിയബിൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാരിയബിൾ ഒരു വാല്യൂവിനെ ആയിരിക്കും ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ നെയിം ആയിരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഒരു വാരിയബിളിൽ ഒരു വാല്യൂ, ഇപ്പോൾ എ എന്ന് പറയുന്നതിൽ നമ്മൾ 10, അതുപോലെ സം എന്ന് പറയുന്നതിൽ സമ്മിൻ്റെ വാല്യൂ, അങ്ങനെ ഒരു വാരിയബിളിൽ ഒരു വാല്യൂ മാത്രമായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വന്നിരുന്നത് അല്ലേ. ഇപ്പോൾ എ = 10 എന്ന് പറഞ്ഞാൽ എയിലെന്താ 10 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒരേ ടൈപ്പിൽ കുറേ വാല്യൂസ് ഉണ്ടെന്ന് വയ്ക്കാം. 10, 20, 30, 40, 50, 60, 70 അങ്ങനെ 100 വരെ നമ്പേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യണം? ഓരോ വാരിയബിൾസിൽ എഴുതണ്ടേ. A = 10, B = 20, C = 30 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ 10 വാരിയബിൾസിനെ നമുക്ക് 10 വാല്യൂസിനെ നമുക്ക് 10 വാരിയബിൾസിൽ എടുത്ത് വയ്ക്കേണ്ട ആവശ്യം വരും അല്ലേ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ, അതായത് ഒരേ ടൈപ്പാണല്ലേ, 10 മുതൽ 100 വരെയുള്ള ഈ നമ്പറുകൾ എന്ന് പറയുന്നത് ഒരേ ടൈപ്പാണ്, ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഒരു വാരിയബിൾ എടുത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും നമുക്ക് A = 10, B = 20, C = 30 അങ്ങനെ പറഞ്ഞ് എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 മുതൽ ഈ 100 വരെയുള്ള ഒരേ ടൈപ്പിലുള്ള ഇത്തരം നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ വാരിയബിളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതായത് എ എന്ന് പറയുന്ന വാരിയബിളിൽ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. അപ്പോൾ എനെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എയിൽ ഏതൊക്കെ ഉണ്ടാവും? ഈ 10 മുതൽ 100 വരെയുള്ള നമ്പേഴ്സൊക്കെ എയിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്ലോട്ട് നമ്പേഴ്സാണെന്ന് വയ്ക്കുക. 0.10, 0.20, അല്ലെങ്കിൽ 1.2, 1.3, 1.4 ഈ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഒരേ ടൈപ്പ് ഫ്ലോട്ട് വാല്യൂസാണ്. ഇതിനെ നമുക്കൊരു വാരിയബിളിൽ മാത്രമായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ വാരിയബിളിൽ ഇത്രയും വാല്യൂസ് ഉണ്ടായിരിക്കും, ഒരൊറ്റ വാല്യൂ മാത്രമല്ല. ഇപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുക. അറേ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ ടൈപ്പിലുള്ള സെയിം ടൈപ്പായിട്ടുള്ള വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അറേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അറേയുടെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ആൻ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻസ്. അതായത് സെയിം ടൈപ്പായിട്ടുള്ള എലമെൻറ്റ്സിനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മെമ്മറി ലൊക്കേഷനിൽ ചേർത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. പിന്നെ അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദി സെയിം ടൈപ്പ് അണ്ടർ എ സിംഗിൾ വാരിയബിൾ നെയിം. ഒരൊറ്റ സിംഗിൾ വാരിയബിൾ നെയിം അല്ലെ, ഒരൊറ്റ സിംഗിൾ വാരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ, സെയിം ടൈപ്പായിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ഒരു വാരിയബിൾ നമ്മൾ ഇൻറ്റിലാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ഇൻറ്റീജർ വാല്യൂസ് മാത്രം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് മാത്രം, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രം അല്ലേ. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുക. അപ്പോൾ അറേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സിംഗിൾ വാരിയബിളിൽ നമ്മൾ ഒന്നിലധികം സെയിം ടൈപ്പായിട്ടുള്ള എലമെൻറ്റ്സിനെ, സെറ്റ് ഓഫ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഇനി ഇപ്പോൾ വാരിയബിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഏതൊരു കാര്യം പറഞ്ഞപ്പോഴും ഡിക്ലറേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഒരു വാരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി അറേസിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡിക്ലെയറിങ് അറേസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഇവിടെ ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഇപ്പോൾ ഒരു വാരിയബിളിനെ എങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക? ഡാറ്റ ടൈപ്പ്, വാരിയബിൾ നെയിം, സെമിക്കോളൻ, അത്ര മതി. അറേ നെയിമും അങ്ങനെ തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം അറേ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സൈസ് എന്ന് പറയുന്നൊരു ഇതുകൂടെ വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഓരോ അറേ എന്ന് പറയുന്നത് എന്താ? ഒന്നിലധികം വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് പറയണം. 10 എലമെൻ്റ് ആണോ, 5 എലമെൻ്റ് ആണോ, 50 എലമെൻ്റ് ആണോ, 1000 എലമെൻ്റ് ആണോ, എത്ര എലമെൻറ്റ്സ് അതിൽ മാക്സിമം ഉൾക്കൊള്ളും, അതിൻ്റെ സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മൾ സൈസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിക്ലറേഷൻ സിൻറ്റാക്സ്. ഡാറ്റ ടൈപ്പ് പറയുക, അറേയുടെ പേര് വയ്ക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസും എഴുതുക, സെമിക്കോളൻ ഇടുക. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻറ്റ് നം ഓഫ് 10 അല്ലേ. ഇൻറ്റ് നം ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റ് എന്ന് പറയുന്നത്
ഇൻറ്റ് ടൈപ്പ്. അപ്പോൾ ഈ അരയിൽ ഇൻറ്റീജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നം എന്ന് പറയുന്നത് അരയുടെ പേര്. 10 എന്ന് പറയുന്നത് ആ നം എന്ന് പറയുന്ന അരയുടെ സൈസ്. അതായത് നം എന്ന് പറയുന്ന അരയിൽ 10 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. സെമിക്കോളൻ. ഇങ്ങനെയാണ് അര ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു പിക്ചറായിട്ട് തന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഈ അരേ ലൊക്കേഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇൻ്റെ നം ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം ഓഫ് 10 അല്ലേ, 10 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 10 എലമെൻറ്റ്സും സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലൊരു മെമ്മറി ഉണ്ടായിരിക്കും അല്ലേ. അതിൽ നം ഓഫ് 0, നം ഓഫ് 1, നം ഓഫ് 2, നം ഓഫ് 3, നം ഓഫ് 4, നം ഓഫ് 5, നം ഓഫ് 6, നം ഓഫ് 7, നം ഓഫ് 8, നം ഓഫ് 9, ഇങ്ങനെ ഓരോ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ നമ്മളൊരു അര ഇതുപോലെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അരയ്ക്ക് ഇതുപോലൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഓരോ എലമെൻറ്റ്സും അല്ലേ, 10 എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ഓരോ എലമെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ അടിയിൽ എഴുതിയിരിക്കുന്നുണ്ടോ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. 10 എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോ എലമെൻറ്റ്സിനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. ഫസ്റ്റുള്ള നമ്പർ ഏതാണ്, സെക്കൻഡ് ഉള്ളത് ഏതാണ്, 5th ഇരിക്കുന്നത് ഏതാണ്, 10th ഇരിക്കുന്നത് ഏതാണ് അല്ലേ. ഓരോ 10 എലമെൻറ്റ്സിലും ഓരോ എലമെൻറ്റ്സിൻ്റെയും പൊസിഷൻ നമുക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ എലമെൻറ്റ്സിൻ്റെയും പൊസിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻഡെക്സ് എപ്പോഴും 0 എന്നായിരിക്കും തുടങ്ങുക. ഇപ്പോൾ 10 സൈസെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത് 10 - 1 9ാമത്തെ പ്ലേസിലായിരിക്കും. 100 എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത് 99ാമത്തെ പ്ലേസിലായിരിക്കും. 1000 ആണ് സൈസ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് 999 ആയിരിക്കും. അങ്ങനെ ഒന്നും മൈനസ് ചെയ്താൽ, കാരണം 0 എന്നാണ് എപ്പോഴും അരയുടെ സൈസ് തുടങ്ങുന്നത്, എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 0, 1, 2, 3, 4 അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് അഥവാ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഇൻഡെക്സ് വൈസായിട്ടായിരിക്കും നമുക്ക് ഓരോ എലമെൻറ്റ്സിനെയും അര എലമെൻറ്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇൻഡെക്സ് സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. എന്താ, ദ എലമെൻറ്റ്സ് ഇൻ ദി അറേ ആർ സ്റ്റോർഡ് സീക്വൻഷ്യലി. എനി എലമെൻറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഗിവിങ് ദ അറേസ് നെയിം ആൻഡ് ദ എലമെൻറ്റ്സ് പൊസിഷൻ അല്ലേ. എന്താ പറയുന്നത്, ഒരു അരയിലുള്ള എല്ലാ എലമെൻറ്റ്സും സീക്വൻഷ്യലി സ്റ്റോർ ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു അരയിൽ ഏത് എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പേരും, അതായത് അരയുടെ പേരും അതിൻ്റെ പൊസിഷൻ നമ്പറും വെച്ചിട്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഇൻഡെക്സും വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻഡെക്സും സബ്സ്ക്രിപ്റ്റും 2 പേരുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അരയിലുള്ള എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇനി ഈ പിക്ചർ നോക്കുക. പിക്ചറിൽ ഓരോ പൊസിഷൻസ് തന്നിട്ടുണ്ടല്ലേ, 0, 1, 2, 3. അപ്പോൾ 0യിലിരിക്കുന്ന ഒരു എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? നം ഓഫ് 0. നം എന്ന് പറയുന്നത് അരയുടെ പേരാണ് അല്ലേ. നം ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റിന് നമുക്ക് കിട്ടും. നം ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5th പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റിന് നമുക്ക് കിട്ടും. നം ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9th പൊസിഷനിലുള്ള എലമെൻറ്റിന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അരേ എലമെൻറ്റ്സ് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഡിക്ലറേഷൻ നമ്മൾ പഠിച്ചു. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഡാറ്റ ടൈപ്പ്, അരയുടെ പേര്, സ്ക്വയർ ബ്രാക്കറ്റിലെ സൈസ്, സെമിക്കോളൻ. ഇങ്ങനെയാണ് അരേസ് ഡിക്ലെയർ ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻറ്റ് നം ഓഫ് 10. നമുക്ക് പല ടൈപ്പിലും എന്ത് ചെയ്യാം, അരേസ് ഡിക്ലെയർ ചെയ്യാം. ഫ്ലോട്ട് നം ഓഫ് 10 എന്ന് പറയാം. ക്യാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അതിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലോട്ട് എന്നാണെങ്കിൽ ഫ്ലോട്ടിങ് പോയിൻറ്റ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഡിക്ലറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി അലോക്കേഷൻ. നെക്സ്റ്റ് മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ്. അപ്പോൾ നമ്മൾ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഡിക്ലറേഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അരയുടെ പേര്, ആ അരയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ആ അരയുടെ ടൈപ്പ് എന്താണ്, ഇൻ്റ് ആണോ ഫ്ലോട്ട് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അരയുടെ മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കും. മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡയഗ്രം നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻറ്റ് നം ഓഫ് 10 എന്ന് പറഞ്ഞിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഓരോ നം ഓഫ് 0, നം ഓഫ് 1, നം ഓഫ് 2, നം ഓഫ് 3 ഇതിനെ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സിനും 4 ബൈറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. ഇവിടെ കണ്ടോ, നം ഓഫ് 0 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 4 പൊസിഷനും ആ നം ഓഫ് 0ക്ക് വേണ്ടിയുള്ളതാണ്.
സെക്കൻഡ് വരുന്ന 4 പൊസിഷൻ, അതായത് 1004 മുതൽ 1007 വരെയുള്ള 4 പൊസിഷനും നം ഓഫ് 1-നുള്ളതാണ്. നം ഓഫ് 2ൻ്റെ നോക്കുക, 1008 മുതൽ 1011 വരെയുള്ള 4 ലൊക്കേഷനും നം ഓഫ് 2-ന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഇൻ്റാണ് ഡാറ്റ ടൈപ്പ്, അതുകൊണ്ട് ഇൻറ്റിന് 4 ബൈറ്റാണ് സൈസ് അല്ലേ. അപ്പോൾ ഓരോ എലമെൻറ്റിനും 4 ബൈറ്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ. അപ്പം നമുക്കൊരു അരേ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ സൈസ് അല്ലെങ്കിൽ ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ പറ്റുക, ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അരേ ടൈപ്പ്, അരയുടെ ടൈപ്പിൻ്റെ സൈസ്, അതായത് ഇൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് അരേ. സൈസ് ഓഫ് അരേ എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ നം ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10, അതാണ് സൈസ് ഓഫ് അരേ എന്ന് പറയുന്നത്. ഇനിയാണ് അരേ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലേ, എന്താ ഒരു ഡിക്ലറേഷൻ അല്ലേ, ഒരു വാരിയബിൾ ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മൾ അതിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനെയാണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അരേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു അരേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ അരയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അരയിലേക്കുള്ള വാല്യൂസ് കൊടുക്കുക, അസൈൻ ചെയ്യുക. അതിനെയാണ് അരേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇൻറ്റ് സ്കോർ ഓഫ് 5 ഡിക്ലറേഷൻ ആണല്ലേ, അത് ഡാറ്റ ടൈപ്പോട് കൂടി അരയുടെ പേരും പറഞ്ഞ് സൈസും പറഞ്ഞ് നമ്മളവിടെ ഡിക്ലെയർ ചെയ്തു. ഡിക്ലറേഷൻ്റെ സമയത്ത് തന്നെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ 5 വാരിയബിൾസ് നമ്മൾ കൊടുക്കുമ്പോൾ കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക. കേളി ബ്രാക്കറ്റിൽ 5 വാല്യൂസ് ഓരോന്നും കോമയിട്ട് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയാൽ ക്യാർ കോഡ് ഓഫ് 6 അല്ലേ, ക്യാർ ആയതുകൊണ്ട് ക്യാരക്ടേഴ്സാണ്, അപ്പോൾ 6 സൈസ് ആയതുകൊണ്ട് 6 ക്യാരക്ടേഴ്സ് അവിടെ കൊടുത്തു, സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ട് WGPA ഓഫ് 7 അല്ലേ, അപ്പോൾ ഫ്ലോട്ട് ആയതുകൊണ്ട് ഫ്ലോട്ട് വാല്യൂസ് 7 അവിടെ അസൈൻ ചെയ്തു. അപ്പോൾ ഇതിനെയാണ് അരേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അരേസ്. അതായത് ഒരു അരയിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അരേ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു, പൊസിഷൻ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു അരയിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുക, എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു അരേ 10 സൈസായിട്ടുള്ള ഒരു അരേ, ആ അരയിൽ 5ാമത്തെ പൊസിഷനിലിരിക്കുന്ന ഒരു എലമെൻറ്റിനെ എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ എന്ത് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുക, ഇൻഡെക്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അതായത് ദ എലമെൻറ്റ്സ് ഓഫ് എൻ അരേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. ഇൻഡെക്സോ സബ്സ്ക്രിപ്റ്റോ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു അരയിലുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അരയിൽ ജസ്റ്റ് ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ടു ഇൻപുട്ട് ദ സ്കോർസ് ഓഫ് 5 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദെം ഇൻ റിവേഴ്സ് ഓർഡർ. എന്താ പറഞ്ഞിട്ടുള്ളത്, 5 കുട്ടികളുടെ സ്കോറുകൾ ഒരു അരയിലേക്ക് ഇൻപുട്ട് ചെയ്യണം, 5 കുട്ടികളുടെ സ്കോർ. എന്നിട്ട് ആ സ്കോറുകൾ ഇപ്പോൾ 10, 20, 30, 40, 50 ആണെന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം. അതായത് 50, 40, 30, 20, 10 അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ 5 കുട്ടികളുടെ സ്കോറ് കൊടുക്കണം, ആ 5 സ്കോറിനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വേണം, 5 സ്കോറുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 5 വാരിയബിൾസ് വേണോ? വേണ്ട, അതിനെ നമുക്കൊരു അരയിലേക്ക് എടുത്ത് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം തന്നെ ഹെഡേഴ്സ് ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ. ഇത് നമ്മളെന്താ ചെയ്തിട്ടുള്ളത്, അരയിലുള്ള ഓരോ പൊസിഷൻസും നമ്മളിങ്ങനെ മാറ്റി പറയണം അല്ലേ. അതായത് 0, അത് പിന്നെ 1 ആവും, 2 ആവും, 3 ആവും, 4 ആവും. അപ്പോൾ അവിടെ എന്ത് വേണം, നമുക്കൊരു അരേ ഓപ്പറേഷന് ഒരു ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ലൂപ്പ് വാരിയബിൾ I നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് I. ഇനി എന്താ വേണ്ടത്, ഒരു അരേ വേണ്ടേ, സ്കോറ്, ഈ 5 കുട്ടികളുടെ സ്കോറ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു അരേ വേണം. അപ്പോൾ ആ അരേ നമ്മളവിടെ ഡിക്ലെയർ ചെയ്തു, സ്കോർ ഓഫ് 5 അല്ലേ. സ്കോർ എന്ന് പറയുന്നത് അരയുടെ പേര്, 5 എന്ന് പറയുന്നത് ആ അരയുടെ സൈസ്. അപ്പോൾ Iയും സ്കോർ എന്ന് പറയുന്ന അരയും നമ്മളവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഒരു ലൂപ്പിൽ നമ്മൾ ഓരോ അരയിലത്തെ ഓരോ പൊസിഷനിലേക്കും അതായത് ഓരോ കുട്ടികളുടെയും സ്കോറുകൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കവിടെ ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 4ൽ പറയുകയാണ് for I = 0. കാരണം എന്താ, ഇൻഡെക്സ് വഴിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എപ്പോഴും 0 പൊസിഷനിലായിരിക്കും. അപ്പോൾ I = 0 പറഞ്ഞു. I എവിടെ വരെ പോകണം, <5 വരെ പോയാൽ മതി. ഈക്വൽ ടു വേണ്ട അവിടെ, കാരണം 5 എന്ന് പറയുന്നത് ഇൻഡെക്സ് അവിടെ ഉണ്ടാവില്ല. 5 ആണ് സൈസെങ്കിലും 4 വരെയുള്ള പൊസിഷനെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് I <5 എന്ന് വെച്ചാൽ മതി. അപ്പോൾ I <5 വെച്ചു.
ട്രൂ ആണ് അല്ലേ. ട്രൂ ആയപ്പോൾ എന്ത് ചെയ്ത് സി ഔട്ടിൽ പറയാം എൻ്റർ എ സ്കോർ. അപ്പോൾ നമ്മൾ സ്കോർ എൻ്റർ ചെയ്യുക. സ്കോർ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്കോർ ഓഫ് ഐ ആ ഭാഗത്തേക്ക് വേണം, സ്കോർ ഓഫ് ഐയിലേക്ക് വേണം സ്കോർ കൊടുക്കാൻ. അതായത് ഇപ്പോൾ ഐ 0 ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ സ്കോർ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ സ്കോർ ഓഫ് 0, അതായത് ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊടുക്കുന്ന സ്കോർ എൻ്റർ ആയിക്കോളും. നെക്സ്റ്റ് I++ ആവും, I1 ആവും. കണ്ടീഷൻ നോക്കും, I<5 ട്രൂ ആണ് അല്ലേ, 1<5 ട്രൂ ആണ്. നെക്സ്റ്റ് സി ഔട്ടിലേക്ക് വരും, എൻ്റർ എ സ്കോർ അല്ലേ. അപ്പോൾ നമ്മൾ സ്കോർ എൻ്റർ ചെയ്യും. സ്കോർ ഓഫ് ഐ, അതായത് സ്കോർ ഓഫ് 1ലേക്ക് നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ സ്കോർ സ്റ്റോർ ആവും. നെക്സ്റ്റ് I++ ചെയ്ത് I2 ആവും. 2<5 ട്രൂ ആണ്, എൻ്റർ എ സ്കോർ എന്ന് പറയും. നമ്മൾ സ്കോർ ഓഫ് 2ലേക്ക് നെക്സ്റ്റ് എൻ്റർ ചെയ്യും. അങ്ങനെ 4th പൊസിഷൻ വരെ നമ്മളിങ്ങനെ ഓരോ കുട്ടികളുടെയും 5 സ്കോറുകൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി അത് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ചെയ്താൽ മതി. റിവേഴ്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയേ, I=4, I=4. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ ലാസ്റ്റിൽ നിന്ന്, അതായത് 4th പൊസിഷനിൽ നിന്ന് 0th പൊസിഷനിലേക്ക് ഓരോ എലമെൻറ്റിനും എടുത്ത് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് പൊസിഷനിൽ ആരാ അടിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ ഏതാ, 4 അല്ലേ. അപ്പോൾ I=4, സ്റ്റാർട്ടിങ് വാല്യൂ 4 ആണെന്ന് വെച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, I>0, 0 വരെയാണ് പോകേണ്ടത്. അപ്പോൾ I>0 വെച്ചു. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക, സി ഔട്ടിൽ സ്കോറിനെ പ്രിൻറ്റ് ചെയ്യുക. സ്കോർ ഓഫ് ഐ ഈസ് എന്ന് പറഞ്ഞിട്ട് സ്കോർ ഓഫ് ഐനെ പ്രിൻറ്റ് ചെയ്യുകയാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ I - ആവും. അപ്പോൾ 4 എന്നുള്ളത് 3 ആവും, ഐയുടെ വാല്യൂ 3 ആവും. കണ്ടീഷൻ നോക്കും, സ്കോർ ഓഫ് 3 അവിടെ പ്രിൻ്റ് ആവും. പിന്നെ I- ചെയ്തിട്ട് I2 ആവും. അപ്പോൾ കണ്ടീഷൻ നോക്കും, സ്കോർ ഓഫ് 2 അവിടെ പ്രിൻ്റ് ആവും. പിന്നെ I- 1 ആവും, സ്കോർ ഓഫ് 1 പ്രിൻ്റ് ആവും. I- 0 ആവും. കണ്ടീഷൻ നോക്കും, ട്രൂ ആണ്. അപ്പോൾ സ്കോർ ഓഫ് 0 അവിടെ പ്രിൻ്റ് ആവും. അപ്പോൾ 4th നിന്ന് 0th വരെയുള്ള ഓരോ എലമെൻറ്റ്സും നമുക്ക് കിട്ടും. ഇവിടെ താഴെ തന്നിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാവാം. 5 പ്രാവശ്യം ഇങ്ങനെ എൻ്റർ സ്കോർ പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്തു. അത് എന്നിട്ട് സ്കോർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്തു.